ഇറാനും അമേരിക്കയും തമ്മിലുണ്ടാക്കിയിരിക്കുന്ന കരാർ ലോകത്താകമാനം ആഹ്ലാദം പകർന്നതായിരുന്നു. ഒരു ശാന്തമായിരിക്കുന്ന അന്തരീക്ഷം ഉണ്ടാവുക എന്ന് പറയുന്നത് ലോക മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആശ്വാസം ഉണ്ടാകുന്ന കാര്യമാണ് എന്നതിൽ തർക്കമൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ യുദ്ധം എല്ലാവരെയും ബാധിച്ച് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടി നീണ്ടു നിൽക്കുകയാണെങ്കിൽ സാരമായിട്ട് ബാധിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തും. അതോടനുബന്ധിച്ചാണ് എന്തുണ്ടാകുന്നത്, ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാകുന്നത്. അതിൽ റഷ്യ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്, പാകിസ്ഥാനുണ്ട്, തുർക്കിയുണ്ട്, ഈജിപ്തുണ്ട്. ഏറെക്കുറെ 10 നിർദ്ദേശങ്ങൾ ഇറാൻ മുന്നോട്ട് വെക്കുന്നു. അത് അപ്പാടെ തന്നെ അമേരിക്ക അംഗീകരിക്കുന്നു. 15 നിർദ്ദേശത്തിൽ 5 നിർദ്ദേശങ്ങൾ ഒഴിവാക്കിയിട്ട് അതല്ലെങ്കിൽ പിന്നീട് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് 10 നിർദ്ദേശങ്ങൾ അംഗീകരിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഈ യുദ്ധവിരാമം താൽക്കാലികമായിട്ടെങ്കിലും തീരുമാനിച്ചത്. എന്നാൽ കരാർ ലംഘിക്കപ്പെട്ടു. കരാർ ലംഘിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളവും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒത്തിരിയൊന്നുമല്ല, സാധാരണഗതിയിൽ ചെയ്യാറുള്ളതാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ലെബനാനിൽ തട്ടി വെടിനിർത്തൽ പൊട്ടുകയാണ്. ഹോർമുസ് വീണ്ടും അടച്ചതായിരിക്കുന്ന റിപ്പോർട്ട് റോയിട്ടേഴ്സും BBC-യും അത് റിപ്പോർട്ട് ചെയ്യുന്നു. അൽ ജസീറ പറയുന്നത് താൽക്കാലികമായി അടക്കപ്പെട്ടു എന്നുള്ളതാണ്. മറ്റ് 2 ചാനലുകൾ പറയുന്നത് സ്ഥിരമായ എന്ന തരത്തിലാണ്. അതായത് എല്ലാ കപ്പലുകളും ഇപ്പോൾ ഭയാശങ്കയിലാണ്. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കപ്പൽ യാത്ര തുടരുന്നില്ല എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ലെബനാനിൽ അതിരൂക്ഷമായിരിക്കുന്ന ആക്രമണം ഇന്നലത്തെ രാത്രി ഇസ്രായേൽ അയച്ചുവിട്ടു. 100-ലധികം കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം നടത്തുകയും 254 പേരെങ്കിലും കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് പ്രാഥമികമായിരിക്കുന്ന റിപ്പോർട്ട്. മരണം കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. 1200-ലധികം പേർക്കെങ്കിലും പരിക്കേറ്റു എന്ന് പറയപ്പെടുന്നു. ഒരു ഏരിയയിലുള്ള അപ്പാടെ ബിൽഡിങ്ങുകൾ തകർക്കപ്പെട്ടതായിരിക്കുന്ന റിപ്പോർട്ടും തീപിടിക്കുന്നതും അതിന് സഹായം എത്തിക്കാൻ വേണ്ടി സാധിക്കാത്ത വിധം വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെടുന്ന രീതിയിലുള്ള സംഭവമാണ് ഇസ്രായേൽ കാട്ടിക്കൂട്ടിയത്. ബിൽഡിങ്ങിൻ്റെ അകത്ത് കുടുങ്ങിയിരിക്കുന്ന ആളുകളും മരിച്ചു കിടക്കുന്ന മൃതദേഹങ്ങളും കാണാൻ വേണ്ടി സാധിക്കുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടും പുറത്തു വന്നു. എന്തിനാണ് ഇത്രയും ഭീകരമായിരിക്കുന്ന ഒരു ആക്രമണം ഇസ്രായേൽ നടത്തിയത് എന്ന് ചോദിച്ചാൽ, ഈ കരാർ വ്യവസ്ഥ തങ്ങൾ അംഗീകരിക്കുന്നില്ല, അല്ലെ കരാർ വ്യവസ്ഥ ഇങ്ങനെയൊന്നും അല്ല വേണ്ടത് എന്നതിനാൽ തന്നെ അതിനുള്ള പ്രതികരണമാണ് ലെബനാനിൽ നടത്തിയത് എന്നുള്ളതാണ്. ഇതോടുകൂടി ഈ കരാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ലംഘിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കരാർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇറാൻ തീരുമാനിച്ച വിവരങ്ങളും പുറത്തു വന്നു. അതോടനുബന്ധിച്ച് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി പറഞ്ഞിരിക്കുന്നു, കരാർ അവസാനിച്ചു കഴിഞ്ഞാൽ, കരാർ പാലിക്കപ്പെടുന്നില്ലെങ്കിൽ തിരിച്ചടി ഭീകരമായിരിക്കും. അത് താങ്ങാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിക്കുകയില്ല. അവർ ദിവസങ്ങൾ എണ്ണിവെച്ചാൽ മതി. ഞങ്ങളിതാ പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്ന തരത്തിലാണ് അതിൻ്റെ പ്രതികരണം വന്നത്. ലെബനാൻ കരാറിൽ ഇല്ലെന്ന് അമേരിക്ക പറയുന്നു. ലെബനാൻ പ്രത്യേകമായി പരാമർശിക്കുന്നുണ്ടെന്ന് ഇറാൻ പറയുന്നു. 4ാമത്തെ കരാർ വ്യവസ്ഥയിൽ ലെബനാൻ്റെ പേര് അതിൽ പരാമർശിച്ചിട്ടുണ്ട്. പിന്നീട് അമേരിക്ക കള്ളത്തരം പറയും. അവരങ്ങനെ തന്നെയാണ് അതിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ. കരാർ വ്യവസ്ഥ പാലിക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ അതൊരു കൃത്യമായി പാലിക്കപ്പെട്ടൊരു സംഭവം. ഒരു ഉദാഹരണം പറയാനില്ല. 3ാം ലോക രാജ്യങ്ങളാണ് കരാർ വ്യവസ്ഥ പാലിക്കുക. റഷ്യ, ചൈന ഒക്കെ കരാർ ഉണ്ടാക്കി അവർ പാലിക്കുന്നവരാണ്. മുസ്ലിം രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ്, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഇസ്രായേലും അമേരിക്കയും അങ്ങനെയല്ല. ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് വലിയ രീതിയിൽ 200-ലധികം കപ്പലെങ്കിലും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്നലെ രാത്രി കടന്നു പോകേണ്ടതാണ്, ഇന്ന് രാവിലെയുമായിട്ട്. പക്ഷേ അതെല്ലാം ഇപ്പോൾ ഭയാശങ്കയിലാണ്. ധൈര്യസമേതം ഈ മേഖലയിലൂടെ പോകാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇപ്പോൾ ചില കപ്പലുകൾ, അതായത് ഈ കരാർ വ്യവസ്ഥ വന്നതോട് കൂടിയിട്ട് ചില കപ്പലുകൾ ഹോർമുസിലെ മറ്റ് ഭാഗത്തിലൂടെ പുറത്തെത്തിച്ചിട്ടുണ്ട് എന്ന് ഇറാൻ പറയുന്നു. അതിന് ഇറാൻ പറയുന്ന കാര്യം എങ്ങനെയാണ്, അതിനെക്കുറിച്ചുള്ള വിശദീകരണം പറയുന്നത്, റൂട്ട് മാറ്റിയിട്ട് ചില കപ്പലുകളെ തങ്ങൾ യാത്രാ സൗകര്യം ഏർപ്പെടുത്തി. അതിൻ്റെ കാര്യം ഹോർമുസിൻ്റെ പല ഭാഗങ്ങളിലും മൈനുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അത് കൃത്യമായ രീതിയിൽ ഇറാൻ മാത്രമേ അറിയൂ. അപ്പോൾ ഇറാൻ അത് കൃത്യമായ രീതിയിൽ നിരീക്ഷിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, റൂട്ട് മാറ്റിയിട്ട് എത്തിക്കുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഈ ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തോടു കൂടി അത് തടയപ്പെട്ടു. ഇനി ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ കപ്പൽ സഞ്ചാരം നടക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ വല്ലാത്ത രീതിയിൽ പ്രകോപനം ഉണ്ടാക്കിയിരിക്കുന്ന ഇസ്രായേൽ തീർച്ചയായിട്ടും ഇത് കരാർ ലംഘനത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അമേരിക്ക വാക്ക് മാറ്റി പറയുന്നു, തങ്ങൾ തിരിച്ചടിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ചരക്ക് ഗതാഗതം പൂർണ്ണമായിട്ട് നിലച്ചിരിക്കുന്നു എന്നുള്ള ഒരു അഭിപ്രായം JD വാൽസനും ഈ അമേരിക്കയുടെ പ്രതിനിധി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തു.
അതിനെക്കുറിച്ച് അത് മാറ്റുന്നതിനെക്കുറിച്ചുള്ള കാര്യത്തെക്കുറിച്ചൊന്നും പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ല. എന്നാൽ അടിയന്തരമായിരിക്കുന്ന മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അമേരിക്ക അവരുടെ ബന്ധപ്പെട്ട ആളുകളെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ഈ കാര്യങ്ങളെല്ലാം അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഇസ്രായേൽ നടത്തുന്നതാണ്. അവരാണ് ആ പ്രവർത്തികളൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, നേരിട്ട് കൊണ്ട് ഇറാനെ ആക്രമിച്ച് പരാജയപ്പെടുത്താൻ സാധിക്കാതെ വന്ന സമയത്ത് ഉൾട്ട മാർഗത്തിലൂടെ ലെബനാന് അത്ര വലിയ സൈനികപരമായിരിക്കുന്ന ശക്തിയില്ലാത്ത രാജ്യമായതുകൊണ്ട് അതിനെ ആക്രമിച്ചുകൊണ്ട് അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നത്. ഇത് പൂർണ്ണമായ രീതിയിലും അമേരിക്കയുടെ അനുമതിയോട് കൂടി തന്നെയാണ്. ആയതിനാൽ ഈ കരാറിൽ നിന്ന് തങ്ങൾ മാറുകയാണ്. ഇനി നമ്മൾ യുദ്ധം കൊണ്ട് നോക്കാം എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ലെബനാന് നേരെ നടക്കുന്ന ഏതൊരു ആക്രമണവും ഇറാന് നേരെ നടത്തുന്ന അതേ ആക്രമണത്തിന് തുല്യമായിട്ട് തന്നെ തങ്ങളത് പരിഗണിക്കുന്നുണ്ട്. ആയതിനാൽ തന്നെ തിരിച്ചടി ഭീകരമായിരിക്കും എന്നതാണ്. ഇന്നലെ രാത്രി തന്നെ അമേരിക്കയുടെ സൈനിക മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റിൻ്റെ പല ഭാഗങ്ങളിലും ആക്രമണവും സ്ഫോടനവും നടന്നതായിരിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു. പ്രതിരോധിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് UAE പറഞ്ഞതായിരിക്കുന്ന മറ്റൊരു റിപ്പോർട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു. ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നൊരു സംശയം ജനിപ്പിക്കുന്ന രീതിയിലും കാര്യങ്ങൾ പോവുകയാണ്. ഇറാന്റെ പ്രതികരണം പുറത്തു വന്നതോടുകൂടി മേഖലയിൽ ആകെ അശാന്തി പടരുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ സുരക്ഷാ സന്നാഹങ്ങൾ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. പല അമേരിക്കൻ ബേസിൽ നിന്നും ആളുകൾ ഇപ്പോൾ കൂട്ടത്തോടുകൂടി ഒഴിഞ്ഞു പോകുന്നു എന്നുള്ളതും അമേരിക്കൻ പൗരന്മാർ താമസിക്കുന്ന ഇടങ്ങളിൽ നിന്ന് അവർ ഇപ്പോൾ വീണ്ടും മാറി താമസിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അഥവാ ഇറാന്റെ ഭാഗത്തു നിന്ന് അതിശക്തമായിരിക്കുന്ന ഒരു ആക്രമണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ കരാർ ലംഘിക്കപ്പെട്ടാൽ വീണ്ടും യുദ്ധം പുനരാരംഭിക്കുമോ എന്ന് ലോകം ഭയപ്പെടുന്നു. വെള്ളിയാഴ്ച വളരെ അടിയന്തരമായിരിക്കുന്ന ഒരു മീറ്റിംഗ് പാകിസ്ഥാൻ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇത് പങ്കെടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന വിവരം. തങ്ങളത് ആലോചിച്ചുകൊണ്ടാണ് ആ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. കാരണം കരാർ ലംഘിക്കപ്പെട്ടാൽ പിന്നീട് ആ കരാർ പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഇടപെടാൻ മാത്രം ഈ മധ്യസ്ഥത വഹിച്ച സൈനിക ശക്തികൾക്ക് അല്ലെങ്കിൽ രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല എന്നുള്ളതാണ്. അത് രണ്ടാം ഘട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട്, അത് ഫലസ്തീൻ ഇസ്രായേൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈജിപ്ത് നടത്തിയിരിക്കുന്ന ഉച്ചകോടിയെ അവർ പരാമർശിച്ചുകൊണ്ട് ഈജിപ്ത് നടത്തിയിരിക്കുന്ന മധ്യസ്ഥ ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഇറാൻ പറയുന്നത് ഇങ്ങനെയാണ്: വളരെ കൃത്യതയോടുകൂടി കരാർ വ്യവസ്ഥ ഉണ്ടാക്കി, അതിൽ ഓരോരോ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആ കരാർ പാലിക്കാമെന്ന് 20 രാജ്യങ്ങൾ അടങ്ങുന്ന ഒരു കരാർ പത്രവും തയ്യാറാക്കി. എന്നാൽ ഇസ്രായേൽ ആ കരാറിൻ്റെ പിറ്റേ ദിവസം തന്നെ കരാർ ലംഘിച്ചു. 500-ലധികം തവണയെങ്കിലും ഗസയെ ഇസ്രായേൽ ആക്രമിച്ചു എന്നതാണ് ഈ കരാർ വ്യവസ്ഥ നിലവിൽ വന്നതിന് ശേഷം. അത് സാധാരണഗതിയിൽ അവർ ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്ന് ചുരുക്കം. ഏകദേശം 300-ലധികം പാലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് രണ്ടാം ഘട്ട ആക്രമണത്തിന് ശേഷം. ഇത് നിസ്സാരവൽക്കരിക്കാൻ വേണ്ടി സാധിക്കില്ല. കരാർ ലംഘിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അവർ ചെയ്യാറുള്ളതാണ്, അതിൻ്റെ തുടർച്ച തന്നെയാണ്. ലെബനാൻ്റെ കാര്യം വളരെ കൃത്യമായ രീതിയിൽ പറയപ്പെട്ടതാണ്. അത് ലംഘിക്കപ്പെട്ടിരിക്കുന്നു, അവിടെ ആക്രമണം നടന്നിരിക്കുന്നു, ഇത്രയും ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. തങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങളെ ആക്രമിച്ചുകൊണ്ട് തങ്ങളുടെ രാജ്യത്തിലെ പൗരന്മാരെ കൊല്ലപ്പെടുത്തുന്നതിന് തുല്യമായ രീതിയിൽ തന്നെയാണ് ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെയും തങ്ങൾ കാണുന്നത്. അതുകൊണ്ട് ഈ കരാർ തുടരാൻ സാധ്യതയില്ല എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. അങ്ങനെയെങ്കിൽ പുതിയ ഒരു യുദ്ധ മേഖല സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യയോടും ചൈനയോടും ഇറാന്റെ വിദേശകാര്യമന്ത്രി സംസാരിച്ചു എന്നുള്ളതും ആയുധപരമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണോ അല്ലെങ്കിൽ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും കാര്യത്തെക്കുറിച്ചാണോ എന്നതിനെക്കുറിച്ചൊന്നും കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഈ ഒരു ചർച്ച, അതായത് റഷ്യയും ചൈനയുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഇറാന്റെ വിദേശകാര്യമന്ത്രി യുദ്ധത്തിൻ്റെ ഈ മുഹൂർത്ത ഘട്ടത്തിൽ ചർച്ച നടത്തിയത് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന അഭിപ്രായമാണ് രാഷ്ട്രീയ നിരീക്ഷകർക്കുള്ളത്. യുദ്ധം റൂട്ട് മാറി തന്നെയാണ് സഞ്ചരിക്കുന്നത്, ചതി ചെയ്യപ്പെട്ടിരിക്കുന്നു, അങ്ങനെ അവിടെ നിരപരാധികൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. അത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുറിവേറ്റിരിക്കുന്ന കാര്യമാണ് എന്ന് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷേഷ്കിയാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു. ഈ കരാർ വ്യവസ്ഥ തുടരണോ വേണ്ടേ എന്നുള്ളത് തങ്ങൾ തീരുമാനിച്ചു കൊണ്ടിരിക്കുകയാണ്. നിലവിൽ
കരാർ വ്യവസ്ഥ സ്റ്റേ ചെയ്തിരിക്കുന്ന നിലയിലാണ്. അത് തുടരുന്നതിനെക്കുറിച്ച് ആലോചിച്ച് തീരുമാനം പറയും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഹോർമസ് കടൽ പൂർണ്ണമായി അടച്ചിരിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കപ്പൽ ഗതാഗതം നടക്കുന്നില്ല. ഈ ഹോർമസ് കടലുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു പ്രധാനമായിരിക്കുന്ന കാര്യം പറഞ്ഞത്. അതിന് ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം ഹോർമസ് കടൽ തുറക്കാൻ ഞങ്ങൾ തയ്യാറാണ്, വിഷയങ്ങളൊന്നുമില്ല, പക്ഷേ ഞങ്ങൾക്ക് ചുങ്കം വേണം. ആ ചുങ്കവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് അമേരിക്ക പ്രതികരണം നടത്തിയിട്ടില്ല. ആ ഒരു സമയത്ത് യുദ്ധം നിർത്തുകയല്ലാതെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വേറെ പോംവഴികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് അംഗീകരിക്കുകയാണ് ചെയ്തത്. എന്നാൽ അതിനൊരു അതായത് ഇറാനുമായിട്ട് ഏറ്റുമുട്ടി ജയിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു വിജയം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇസ്രായേലിനെ നിർദ്ദേശിച്ചുകൊണ്ടാണ് ലെബനാൻ ആക്രമിക്കപ്പെട്ടത്. ഇത് ലോകത്തിന് അറിയാവുന്നതാണ്. തീർച്ചയായിട്ടും അതിൻ്റെ പ്രതികരണം വല്ലാതെ വൈകാതെ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അവരുടെ പ്രസ്താവന അവസാനിപ്പിക്കുന്നത്.